സമീർ. ഈ ലഹരിക്കെതിരായ മഹാസമ്മേളനമാണ് SKN40 യാത്രയുടെ. കേരളത്തിൽ ഈ പൊരിവെയിലും ഈ കഴിഞ്ഞ ഒരു മാസം നീണ്ടുനിന്ന യാത്ര, അതിലെല്ലായിടത്തും വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ മഹാസമ്മേളനത്തിൽ അണിനിരക്കുമ്പോൾ അവിടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ, അവരുടെ പ്രതിനിധികളുണ്ടാവും. വിവിധ സാമൂഹിക മത നേതാക്കളടക്കം ഈ സമാപന സമ്മേളനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ വർണ്ണാഭമായ കലാപരിപാടികളും അല്ലേ? തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ 14 ജില്ലകളും പിന്നിട്ടുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 യാത്രയ്ക്ക് ഇന്ന് സമാപനമാവുകയാണ്. നമുക്കിപ്പോൾ കാണാം, കോഴിക്കോട് ബീച്ചിലേക്ക് നിരവധി പേർ വിവിധയിടങ്ങളിൽ നിന്നായിക്കൊണ്ട് ഒഴുകി എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാനാകുന്നത്. 1,00,000 പേർ പങ്കെടുക്കുന്ന വളരെ വിപുലമായിട്ടുള്ള ഒരു സമാപന പരിപാടിയാണ്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ വിവിധ മതമേലധ്യക്ഷന്മാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ, അവരുടെ എല്ലാം സാന്നിധ്യം കൊണ്ടുകൂടി ഈ പരിപാടി ശ്രദ്ധേയമാകും. 1,00,000 പേർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വിവിധയിടങ്ങളിൽ നിന്ന് ഈ പരിപാടിയുടെ ഭാഗമാകുക, അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ മഹത്തായ സന്ദേശമാണ് ഇതിന് മുൻനിർത്തിക്കൊണ്ടാണ് ഈ യാത്ര. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമാകുക എന്നുള്ള ആ ഒരു ചരിത്ര നിയോഗത്തിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നായിക്കൊണ്ട് നിരവധി പേർ ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം, ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിക്കൊണ്ട് ആളുകൾ എത്തുന്നു. വിവിധ അസോസിയേഷനുകളുടെ ഭാരവാഹികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനയൊക്കെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ എത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പം ഒരു കുടുംബം കൂടി ചേരുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ മലപ്പുറത്ത് നിന്ന്. പേരെന്താണ്? സുമയ്യ. മക്കളുണ്ടല്ലേ? മക്കൾ പേരെന്താണ്? ഹംദ ഷെറീൻ. മോൻ്റെ പേരെന്താ? അഹമ്മദ് റിഷാദ്. അപ്പോൾ നമ്മുടെ മയക്കുമരുന്നൊക്കെതിരായിട്ടുള്ള ബോധവൽക്കരണമൊക്കെ നടക്കുന്നുണ്ട്. മക്കൾക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഞങ്ങൾ പറയും. ആദ്യം പറയാം. ഏറ്റവും ബഹുമാന്യരായ നാട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നാം ഏവരും വളരെ അധികം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ പുരസ്കരിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. മാനവരാശി അതിൻ്റെ ആദ്യം മുതൽ ഒട്ടനവധി ദുരന്തങ്ങളും വൈതരണികളും കടമ്പകളും നേടുകയും ആ പ്രതിസന്ധികൾ അഖിലവും നിഷ്പ്രയാസം തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നാം രക്ഷ പ്രാപിക്കാൻ ഒരു വഴിയും പഴുതും കാണാതെ പരിഭ്രാന്തിയോടെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഭീകരവും ബീഭത്സവുമായ ഒരു മഹാമാരിയാണ് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന കൊടും വിപത്ത്. മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന പ്രായം മുൻപത്തേക്കാൾ ഭയാനകമായി താഴേക്ക് വന്നിരിക്കുന്നു. 16ഉം 17ഉം ഒക്കെ ആയിരുന്നത് ഇപ്പോൾ 12ഉം 14ഉം വയസ്സായി കുറഞ്ഞിരിക്കുന്നു. ലഹരി ഉപയോഗം മാരകമായ ഒരു വിപത്തായി മാറിയിരിക്കുന്നു. ലഹരി മരുന്നിനോടുള്ള അടിമത്വം വ്യക്തിക്കും കുടുംബത്തിനും മാത്രമല്ല നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നത്, മറിച്ച് സമൂഹത്തിൻ്റെ ആരോഗ്യവും സാമ്പത്തിക സാംസ്കാരിക സുസ്ഥിരതയും അത് നശിപ്പിക്കുന്നു. തുടക്കത്തിൽ രസത്തിനും കൗതുകത്തിനും ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ തകർത്തെറിയുന്നതും കവർന്നെടുക്കുന്നതും ജീവിതത്തിൻ്റെ സർവ്വവർണ്ണങ്ങളെയും അഭിലാഷങ്ങളെയുമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളംബരം ചെയ്ത വർത്തമാനകാല കേരളത്തിൻ്റെ കൗമാരവും യൗവനവും ലഹരി എന്ന ചെകുത്താൻ്റെ കരാള കരങ്ങളിൽ പെട്ട് നട്ടം തിരിയുന്നു. ജന്മം നൽകിയ മാതാവിനെ ജനിപ്പിച്ചതിന്റെ കടം വീട്ടാൻ ഞാൻ കഴുത്തറുത്തു കൊന്നിരിക്കുന്നു. സൂപ്പർ. എന്തായാലും ഇത്തരത്തിൽ ഈ വിഷയം ഉൾക്കൊണ്ടുകൊണ്ട്, ഈ സാമൂഹ്യ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിക്കൊണ്ട് പ്രായഭേദമന്യേ നിരവധി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. എന്തായാലും അരമണിക്കൂറിനകം തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും. 4 മണിയോട് കൂടെ തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും. വിവിധ മേഖലകളിൽ നിന്നായിക്കൊണ്ട് നിരവധി പേരാണ് ഈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 10,000ങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ അറബിക്കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ലഹരിക്കെതിരെ, അക്രമത്തിനെതിരായിട്ടുള്ള പ്രതിജ്ഞ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. മന്ത്രി PM മുഹമ്മദ് റിയാസാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കൂടാതെ വിവിധ മതമേലധ്യക്ഷന്മാർ, അതുപോലെ തന്നെ വിവിധ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരെല്ലാം തന്നെ ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. ഗൂഗിൾ. തീർച്ചയായും അറബിക്കടലിന് സമാന്തരമായ കോഴിക്കോട് കടപ്പുറത്ത് ലഹരിക്കെതിരായ ഒരു പ്രതിരോധത്തിന്റെ അല ഉയർത്താൻ പോവുകയാണ് 24ന്റെ SKN40 ജനകീയ യാത്രയുടെ സമാപന സമ്മേളനം. അതൊരു മഹാസമ്മേളനത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ആ കൊച്ചുകുട്ടികളടക്കം പ്രതികരണത്തിൽ ഈ സന്ദേശം എത്രത്തോളം ഉൾക്കൊള്ളുന്നു, ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് അതിൻ്റെ പ്രസക്തി ആ കൊച്ചു കുഞ്ഞു പോലും ഉൾക്കൊള്ളുന്നതിൽ നമുക്കും ചാരിതാർത്ഥ്യം. ഏതായാലും അല്പസമയത്തിനകം ആ പരിപാടികളുടെ മഹാസമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ പരിപാടികളിലേക്ക് തത്സമയ സംപ്രേഷണത്തിലേക്ക് നമ്മൾ കടക്കും.